ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെയൊക്കെ സൈഡായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. വഴുതനങ്ങ വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ പകുതി വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കണം. വഴുതനങ്ങ കട്ട് ചെയ്യണ മുന്നേ തന്നെ നല്ലവണ്ണം കഴുകിയിട്ടെടുക്കുക. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വഴുതനങ്ങയിലൊന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. കടായിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ കറിയിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ബ്രിഞ്ചാളിന് അധികം വേവൊന്നുമില്ല, വേഗം തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മളെ വഴുതനങ്ങ കറക്റ്റ് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാളില്ലാതെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണയിൽ തന്നെയാണ് ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അധികം എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി കൊടുത്താൽ മതി. ഈ എണ്ണയിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ഒന്ന് ചേർത്തിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇപ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് വെന്ത് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. എന്നിട്ടാണ് നമുക്ക് ബ്രിഞ്ചാളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളെ ഗ്രേവി വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ചേർത്ത് കൊടുക്കണം. വഴുതനങ്ങ ഓൾറെഡി വെന്തത് കൊണ്ട് നമുക്കിതിലോട്ട് അധികം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ വഴുതനങ്ങ ഈ മസാലയിൽ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കട്ടകളൊക്കെ ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം സ്മൂത്താക്കി എടുക്കുക. ഇനി നമുക്ക് ഈ തൈരിൻ്റെ കൂട്ട് നമ്മൾ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്തിട്ട് ബ്രിഞ്ചാളൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ എന്തായാലും അറിയിക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുറച്ച് മല്ലിയില വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ആൻസ്ബഡ്സിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.